സമരത്തെ സർക്കാർ സമ്മേളനമാക്കി മാറ്റിയെന്ന പ്രതിപക്ഷ ആരോപണം തള്ളി റവന്യൂ മന്ത്രി. സമരമോ സമ്മേളനമോ എന്ന് പറയേണ്ടത് സർക്കാരാണെന്നും സമരം തന്നെയാണെന്നും കെ രാജൻ പറഞ്ഞു. സമരം പ്രഖ്യാപിച്ചത് ഞങ്ങളല്ലേ, സമരമല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? ഞാൻ ആവർത്തിച്ചു പറയുന്നു, അതൊരു സമരമാണ്. ഇപ്പൊ പ്രതിപക്ഷത്തിനെ ചൊടിപ്പിച്ചിട്ടുണ്ടാവുക. മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഈ സമരത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സമരം എങ്ങനെയാകണം എന്നുള്ളത് സമരം സംഘടിപ്പിക്കുന്നവരാണ് തീരുമാനിക്കുക. ആ സമരത്തിൽ കൃത്യമായ അജണ്ടയുണ്ട്. കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള അത് നമുക്ക് ആനുകൂല്യം ലഭ്യമാകാൻ വേണ്ടിയുള്ള സമരമാണ്. അനുച്ഛേദം 131 പ്രകാരം ഇന്ന് സുപ്രീം കോടതിയും അത് കേൾക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള UDF ഉഭയകക്ഷി ചർച്ചകൾ നടക്കവെ നിലപാട് വ്യക്തമാക്കി കേരള കോൺഗ്രസ്. കോട്ടയം സീറ്റ് പാർട്ടിക്ക് അവകാശപ്പെട്ടതെന്ന് മോൻസ് ജോസഫ് ന്യൂസ് 18നോട് പറഞ്ഞു. UDF നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. സീറ്റ് വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും നടന്നിട്ടില്ല. സീറ്റ് ലഭിച്ചതിന് ശേഷം മാത്രമേ സ്ഥാനാർത്ഥി ആരാകണമെന്ന കാര്യത്തിൽ ചർച്ചകൾ ഉണ്ടാവുകയുള്ളൂവെന്നും മോൻസ് ജോസഫ് ന്യൂസ് 18നോട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ UDFൽ ഉഭയകക്ഷി ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ആദ്യ ദിനത്തിൽ കേരള കോൺഗ്രസുമായാണ് കണ്ടോൺമെന്റ് ഹൌസിൽ വെച്ച് ഉഭയകക്ഷി ചർച്ചകൾ നടക്കുക. എന്തായാലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. എത്രത്തോളം പ്രതീക്ഷയോടെയാണ് ഇന്നത്തെ ഉഭയകക്ഷി ചർച്ചകളെ കേരള കോൺഗ്രസ് നോക്കിക്കാണുന്നത്? കേരള കോൺഗ്രസ് പാർട്ടിക്ക് തീർച്ചയായിട്ടും ഇന്ന് UDFന്റെ ചർച്ചയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. പാർട്ടി ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസിന്റെ ആവശ്യം UDFന്റെ മുൻപിൽ ഉന്നയിക്കുക എന്നതാണ് ഇന്നത്തെ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. തീർച്ചയായിട്ടും പാർട്ടിയുടെ ആവശ്യം UDFന്റെ മുമ്പിൽ ഉന്നയിക്കുന്നതാണ്. അല്ല, അതിനകത്ത് ഈ കോട്ടയം സീറ്റ് നിങ്ങൾ ആവശ്യപ്പെടുമെന്നൊരു അഭ്യൂഹമുണ്ട്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? കേരള കോൺഗ്രസ് UDFൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് കോട്ടയം സീറ്റാണ്. അപ്പോൾ കോട്ടയം സീറ്റിൽ കേരള കോൺഗ്രസിനൊരു ക്ലെയിമുണ്ട്. കേരള കോൺഗ്രസിന്റെ തികച്ചും ന്യായമായ ഒരു ആവശ്യം UDFൽ ഉന്നയിക്കുക എന്നത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അതല്ല, അതിനകത്ത് UDFൽ കേരള കോൺഗ്രസിനുള്ള ഒരു പങ്കാളിത്തം എന്ന് പറയുന്നത് കോട്ടയം സീറ്റുമായി ബന്ധപ്പെട്ട് കൂടിയാണ് നിൽക്കുന്നത്. അത് പൂർണ്ണമായിട്ട് ഞങ്ങളത് വിശ്വാസമുണ്ട്. പാർട്ടി തീർച്ചയായിട്ടും അതിന്റെ ആവശ്യം ഉന്നയിക്കുന്നു. UDF അത് മാന്യമായ സ്നേഹപൂർവ്വം പരിഗണിക്കുമെന്ന വിശ്വാസമാണ് ഞങ്ങൾ. അല്ല, ഈ അവിടെ പ്രധാനമായും ഈ സീറ്റ് വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നുണ്ടെന്നാണ് അഭ്യൂഹം. അങ്ങനെ എന്തെങ്കിലും ഒരു നിലപാട് UDF നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വന്നാൽ കേരള കോൺഗ്രസ് ആ വിഷയത്തെ എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത്? അല്ല, ഞങ്ങളുടെ മുമ്പിൽ ഇപ്പൊ അങ്ങനെ വിഷയമില്ല. ഇപ്പൊ കേരള കോൺഗ്രസിന്റെ മുമ്പിൽ അങ്ങനെ ഒരു വിഷയമില്ല. ഞങ്ങളൊരു കാര്യം ഉന്നയിച്ചിട്ടില്ല. ഞങ്ങളോട് കോൺഗ്രസും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പം അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഇത്തരം ചർച്ചകളെ കുറിച്ചൊന്നും പ്രതികരിക്കുന്നതിന് പ്രസക്തിയില്ല. നമുക്ക് UDFന്റെ ചർച്ചയിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് കേരള കോൺഗ്രസ് ലീഡർഷിപ്പ് അതിനകത്ത് ഉഭയകക്ഷി ചർച്ചയിലൂടെ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അപ്പൊ അതിനുശേഷം നമുക്ക് എന്താണെന്ന് ചോദിക്കാം. അപ്പൊ ആ ചർച്ചകൾ സുതാര്യമായും സുഗമമായും നടക്കും. അതിനുശേഷം അല്ലാതെ ഇത് മറ്റു കാര്യങ്ങൾക്കൊന്നും ഇപ്പോൾ ഒരു പ്രസക്തിയില്ലല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ കോട്ടയത്ത് കേരള കോൺഗ്രസ് മുമ്പോട്ട് വെക്കുന്ന ജയസാധ്യതയുള്ള പേര് ആരായിരിക്കും? ഒരു പേരും വെച്ചിട്ടില്ല. ഇപ്പൊ ആദ്യത്തെ പ്രശ്നം പാർട്ടിക്ക് സീറ്റ് കിട്ടുക എന്നുള്ളതാണ്. ആദ്യത്തെ പ്രശ്നം അതാണ്. ഇപ്പൊ പാർട്ടിയുടെ മുമ്പിൽ ആ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് UDFന്റെ ചർച്ചയിലേക്ക് കേരള കോൺഗ്രസ് വരുന്നു. കേരള കോൺഗ്രസ് ആ ചർച്ചയിൽ കേരള കോൺഗ്രസുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം UDF സീറ്റ് ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ആരാണ് മത്സരിക്കേണ്ടതെന്നുള്ള വിഷയത്തിന്റെ പ്രസക്തിയുള്ളൂ. അത് പാർട്ടി പിന്നീട് ആലോചിക്കും. പാർട്ടി ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറിന് അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടി ചെയർമാൻ PJ ജോസഫ് സാർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നുള്ള പരിശോധിച്ച് തീരുമാനിക്കും. എന്തായാലും വളരെയധികം നന്ദി, നിലപാട് വ്യക്തമാക്കി. അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDF ഉഭയകക്ഷി ചർച്ച തുടങ്ങിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായുള്ള ഉഭയകക്ഷി ചർച്ച പൂർത്തിയായി. കോട്ടയം സീറ്റ് വേണമെന്ന നിലപാട് കേരള കോൺഗ്രസ് ആവർത്തിച്ചു. ചർച്ച തുടരുമെന്ന് PJ ജോസഫ് ന്യൂസ് 18നോട് പറഞ്ഞു. ചർച്ച തുടരും. ഒന്നും പറഞ്ഞിട്ടില്ലേ? അല്ല, തുടരും. ഇന്നത്തെ ചർച്ച അവസാനിച്ചു. ശരി. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ആദ്യത്തെ ചർച്ച കഴിഞ്ഞപ്പോൾ PJ ജോസഫ് പറഞ്ഞ മറുപടി ചർച്ച തുടരുമെന്നാണ്. ഇന്നത്തെ ചർച്ചയിലൊന്നും ആയിട്ടില്ല എന്ന് വേണ്ട നമുക്ക് മനസ്സിലാക്കാൻ. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, 12 മണിയോടെ കണ്ടോൺമെന്റ് ഹൌസിൽ തുടങ്ങിയ ചർച്ചയാണ് ഏതാണ്ട് 1 മണിക്കൂറിന് അധികം പിന്നിട്ട് ഏതാണ്ട് 1 മണിയോടെ പൂർത്തിയായത്.
PJ ജോസഫിന് പുറമെ മോൻസ് ജോസഫ്, ജോയി എബ്രഹാം, അതോടൊപ്പം PC തോമസ്, ഫ്രാൻസിസ് ജോർജ് തുടങ്ങിയവരും ഈ ഉഭയകക്ഷി ചർച്ചകളുടെ ഭാഗമായി കോട്ടയം സീറ്റ് തങ്ങൾക്ക് വേണമെന്ന ആവശ്യം അവർ വീണ്ടും കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ, UDF-ന് മുമ്പിൽ ആവർത്തിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഈ ഉഭയകക്ഷി ചർച്ചയിൽ പ്രധാനമായും കേരള കോൺഗ്രസുമായി ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. എന്തായാലും പൂർണ്ണമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. ഇപ്പോൾ കേരള കോൺഗ്രസ് നേതാക്കൾ MLA ഹോസ്റ്റലിൽ PJ ജോസഫിന്റെ ക്വാർട്ടേഴ്സിൽ അവർ വീണ്ടും യോഗം ചേരുകയാണ്. എന്തായാലും വീണ്ടും കണ്ടോൺമെന്റ് ഹൌസിൽ പ്രതിപക്ഷ നേതാവുമായി അവർ ചർച്ചയ്ക്കെത്തും. ഇന്നത്തെ ചർച്ചകൾ അവസാനിച്ചുവെന്നാണ് PJ ജോസഫ് ന്യൂസ് 18നോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതാണ്ട് കേരള കോൺഗ്രസിന് കോട്ടയം സീറ്റ് നൽകിയേക്കുമെന്ന് തന്നെയാണ് നമുക്ക് അനൌദ്യോഗികമായി ലഭ്യമാകുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ ജയസാധ്യതയുള്ള ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിലപാട് കോൺഗ്രസ് മുമ്പോട്ട് വെക്കും. അങ്ങനെയാണെങ്കിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന കാര്യത്തിലടക്കം ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഫ്രാൻസിസ് ജോർജിന് പുറമെ PC തോമസ് അടക്കം തനിക്ക് അവിടെ മത്സരിക്കാൻ ക്ലെയിം ഉണ്ട്, അല്ലെങ്കിൽ അവകാശമുണ്ട് എന്ന കാര്യം ഉന്നയിച്ചുകൊണ്ട് മുമ്പോട്ട് എത്തിയിരിക്കുന്നതാണ്. കേരള കോൺഗ്രസിന് മുമ്പിൽ ഇതൊരു വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് നേതൃത്വം എടുക്കുന്ന നിലപാട് നിർണായകമാകും. നിലവിൽ കേരള കോൺഗ്രസിനോട് അനുഭാവപൂർണ്ണമായ ഒരു തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് അനൌദ്യോഗികമായി ലഭ്യമാകുന്ന സൂചനകൾ. അശ്വതി, ഞാനിപ്പോൾ ഈ ചർച്ചകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. കേരള കോൺഗ്രസുമായിട്ടുള്ള ചർച്ച കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയുമുണ്ട് കക്ഷികളുമായുള്ള ചർച്ചകൾ. അതൊക്കെ ഏത് ദിവസങ്ങളിലാണ്? പ്രത്യേകിച്ച് ലീഗിന്റെയൊക്കെ ആവശ്യങ്ങൾ കൂടുന്നു എന്നറിയുന്നു. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഈ ജനുവരി അവസാന ആഴ്ച അല്ലെങ്കിൽ 28-ാം തീയതി, 29, 31 തീയതികളിലാകും മറ്റ് ലീഗ്, ഫോർവേഡ് ബ്ലോക്ക്, CMB, മറ്റ് കക്ഷി നേതാക്കളുമായിട്ടൊക്കെ ചർച്ച നടത്തുക. അതോടൊപ്പം തന്നെ RSPയുമായി ചർച്ച നടത്തേണ്ടതുണ്ട്. ഇതെല്ലാം വരുന്ന ഒറ്റയാഴ്ച കൊണ്ട് തന്നെ പൂർത്തിയാക്കി വേഗത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. അതായത് മുൻ വർഷങ്ങൾ ഉണ്ടായതുപോലെ, നേരത്തെ ഉണ്ടായതുപോലെ അവസാന ഘട്ടത്തിലേക്കെല്ലാം മാറ്റിവെക്കാതെ നേരത്തെ തന്നെ എല്ലാ തർക്കങ്ങളും പരിഹരിച്ച് UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിന് വേണ്ടി രംഗത്തിറങ്ങണമെന്ന ഒരു പൊതു നിലപാടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ ഈ ചർച്ചകളൊക്കെ പൂർത്തിയാക്കുന്നത്. ഒരാഴ്ച കൊണ്ട് ഉഭയകക്ഷി ചർച്ച പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് UDF-ന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി ഡാൻ, എന്തായാലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായുള്ള ഉഭയകക്ഷി ചർച്ച ഇന്നത്തെ ചർച്ച പൂർത്തിയായി എന്നാണ് PJ ജോസഫ് ഈ ചർച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോൾ സംസാരിച്ചത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് ഏറ്റവും പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥി എത്തുമെന്ന BJP നേതാവ് PK കൃഷ്ണദാസ്. പ്രധാനമന്ത്രി വൈകാതെ തിരുവനന്തപുരത്തും പ്രചാരണത്തിനെത്തും. കോൺഗ്രസിലെയും CPM-ലെയും നേതാക്കളെ BJP-യിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BJP-യിലേക്ക് വരണോ എന്ന കാര്യത്തിൽ ശശി തരൂരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും PK കൃഷ്ണദാസ് പ്രതികരിച്ചു. ശശി തരൂർ BJP ചേരുമോ അല്ലയോ എന്ന് പറയേണ്ടത് അദ്ദേഹം തന്നെയാണ്. ഞങ്ങൾക്കറിയില്ല. ഇനി അദ്ദേഹം BJP ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ ആ സമയത്ത് പാർട്ടി അതിനെക്കുറിച്ച് ചിന്തിക്കും, ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും BJP-യോടൊപ്പം ചേരുന്നുണ്ട്, ചേർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കേരളത്തിലും നിരവധി സമീപകാലത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കണ്ണൂരിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ BJP-യിൽ ചേർന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഒഴുക്ക് ഇനി ആരെങ്കിലും വരുന്നുണ്ടോ? അങ്ങനെ അല്ല, ഇനി ഞങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുക. മാർക്സിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുമുള്ള നേതാക്കന്മാർ, പ്രവർത്തകന്മാർ, അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ വാതിലുകൾ തുറന്നിട്ടിരിക്കുക. കാരണം ഞങ്ങൾ പുതിയ ആളുകളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ആ സമയത്ത് ഞങ്ങൾ ഇപ്പോൾ ഇന്നേ വ്യക്തി വരുമോ എന്നുള്ളത് ചോദിച്ചാൽ അത് അദ്ദേഹമാണ് നിലപാട് വ്യക്തമാക്കേണ്ടത്. അദ്ദേഹം ശശി തരൂർ BJP-യിൽ ചേരാൻ തയ്യാറാണ് എന്ന് പറയുകയാണെങ്കിൽ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. കേരളത്തിൽ ഒന്നിലധികം സീറ്റുകളിൽ BJP വിജയിക്കുമെന്ന് BJP ദേശീയ എക്സിക്യൂട്ടീവ് അംഗം PK കൃഷ്ണദാസ്. ഇടത് വലത് മുന്നണികൾ ഒരുമിച്ച് നിന്നാലും വിജയിക്കാനാകുന്ന വോട്ട് BJPക്ക് ലഭിക്കും. ചില മണ്ഡലങ്ങളിൽ 75,000 വോട്ട് വരെ അധികമായി ലഭിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടുവെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. ഇത്തവണ ഞങ്ങൾക്ക് നല്ല ശുഭപ്രതീക്ഷയാണുള്ളത്. നമ്മുടെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥികൾ വിജയിക്കാൻ പോകുന്നു. നമ്മുടെ വരുന്ന ലോക്സഭയിൽ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും അവരോധിക്കപ്പെടാൻ പോകുന്ന നരേന്ദ്രമോദിയുടെ കരങ്ങൾ കരുത്തു പകരാൻ കേരളത്തിൽ നിന്നും NDA പ്രതിനിധികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ. അത് കേവലം ആഗ്രഹമോ മോഹങ്ങളോ മാത്രമല്ല, മറിച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറുകയാണ്, മലയാളിയുടെ മനസ്സും മാറുകയാണ്. ഒരു പുതിയ രാഷ്ട്രീയ ധ്രുവീകരണം, ഒരു പുതിയ രാഷ്ട്രീയ മാറ്റത്തിന് കേരളം വേദിയാവാൻ പോകുന്നു. അതായത് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ണ്
ഭാരതീയ ജനതാ പാർട്ടിയെയും NDAയും സ്വീകരിക്കാൻ പാകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നിഷ്പക്ഷമതികളായ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുക. PC ജോർജിന്റെ കാര്യത്തിൽ കേന്ദ്ര നേതൃത്വവുമായി ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കുമെന്ന് PK കൃഷ്ണദാസ്. പത്തനംതിട്ടയിൽ BJP തന്നെ മത്സരിക്കണോ എന്ന കാര്യത്തിലും ആലോചന നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തീർച്ചയായിട്ടും അവരുടെ ജനപക്ഷ പാർട്ടി ഈ NDAയുടെ ഭാഗമായി മാറാൻ അവരാഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPയുടെ ഭാഗമാകാൻ NDAയുടെ ഭാഗമാകാൻ സന്നദ്ധത അദ്ദേഹം പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ PC ജോർജ് എന്നുള്ള രാഷ്ട്രീയ നേതാവിൻ്റെയും അതേ രാഷ്ട്രീയ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും ഈ ഭാവാത്മകമായിട്ടുള്ള പിന്തുണയും സഹകരണവും ഞങ്ങൾ അതിന് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. ഞങ്ങൾ അഖിലേന്ത്യാ നേതൃത്വവും ഇക്കാര്യത്തെക്കുറിച്ച് അഖിലേന്ത്യാ നേതൃത്വമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തും. അതിനുശേഷം ഈ പാർട്ടി മെമ്പർ തന്നെ ആകണം എന്ന അഭിപ്രായം BJP പങ്കുവച്ചതായി പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആണോ? അല്ല, അതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ സംഘടനകത്ത് പല രീതിയിൽ നടക്കുന്നുണ്ട്. BJP ഇപ്പം പത്തനംതിട്ടയിൽ മത്സരിക്കേണ്ടത് സ്ഥാനാർത്ഥിയുടെ പേരല്ല, മറിച്ച് ഏതെങ്കിലും പുതിയ ഘടകകക്ഷിയാണോ അല്ലെങ്കിൽ BJP തന്നെയാണോ മത്സരിക്കേണ്ടത്, അതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചെറിയ അനൗപചാരികമായിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു മൂർത്തമായിട്ടുള്ള ഒരു ക്ലിയറായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഇതിൽ വന്നിട്ടില്ല. സ്വാഭാവികമായിട്ട് എല്ലാം പരിശോധിക്കുന്നുണ്ട്, എല്ലാം പരിശോധിച്ചുകൊണ്ടാണ് ആത്യന്തികമായിട്ടുള്ള അവസാനത്തെ തീരുമാനം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനം സംബന്ധിച്ച സമൻസിൽ കിഫ്ബി പ്രതികരിക്കണമെന്ന് ഹൈക്കോടതി. ED ആവശ്യപ്പെടുന്ന രേഖകൾ നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യാമെന്നും സിംഗിൾ ബെഞ്ച്. കിഫ്ബി സഹകരിച്ചാൽ കേസ് അന്വേഷണം വേഗം തീർക്കാൻ തയ്യാറാണെന്ന് ED ഹൈക്കോടതിയെ അറിയിച്ചു. എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് കിഫ്ബി ഹൈക്കോടതിയിൽ ആവർത്തിച്ചു. അതേസമയം മസാല ബോണ്ട് കേസിൽ ED പുറത്തുവിട്ടത് രഹസ്യരേഖയല്ലെന്ന് മുൻമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. കിഫ്ബി മസാല ബോണ്ട് കേസിൽ കിഫ്ബിയെ ഇകഴ്ത്തി കാണിക്കാനുള്ള EDയുടെ ശ്രമങ്ങളാണ് ഇപ്പോഴും തുടരുന്നതെന്നാണ് കിഫ്ബി ഇത് സംബന്ധിച്ച് നൽകിയ മറുപടിയിൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. നേരത്തെയും ഈ സമൻസുകൾ നൽകിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഒരേ കാര്യങ്ങൾ തന്നെയാണ് പലപ്പോഴും ആവശ്യപ്പെടുന്നത്. ഇതിനെല്ലാം തന്നെ മറുപടി നൽകിയതുമാണ്. ഇപ്പോൾ അത് സർട്ടിഫൈ ചെയ്ത കോപ്പി വീണ്ടും സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഒരു സ്ഥാപനത്തിന് തന്നെ അതിൻ്റെ സ്വീകാര്യത തന്നെ ചോദ്യം ചെയ്യുന്ന നിലപാടിലാണ് ഇപ്പോഴും ED തുടരുന്നതെന്നാണ് കിഫ്ബി പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ കോടതി ഓർമ്മിപ്പിച്ചത് ഈ സമൻസിന് ഉത്തരം നൽകേണ്ട ഒരു കാര്യങ്ങളെല്ലാം തന്നെ കിഫ്ബിക്ക് ഉണ്ട്. അന്വേഷണത്തെ യാതൊരു രീതിയിലും തന്നെ തടസ്സപ്പെടുത്താൻ കഴിയില്ല. അന്വേഷണവുമായി മുന്നോട്ട് പോകുവാനുള്ള സ്വാതന്ത്ര്യം EDക്ക് അടക്കമുണ്ട്. അതുകൊണ്ട് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നു എന്ന രീതിയിലല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. സമൻസിന് കൃത്യമായ രീതിയിൽ തന്നെ ഉത്തരം നൽകേണ്ടതുണ്ട് എന്ന് കോടതി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. കോടതിയിൽ ഇപ്പോൾ കിഫ്ബിയും EDയും തമ്മിലുള്ള ഇത്തരം വാദപ്രതിവാദങ്ങൾ തുടരുന്ന ഒരു രീതിയിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ കഴിഞ്ഞ കുറേ നാളുകളായി അന്വേഷണം നടത്തുകയാണ്. ഈ കാര്യങ്ങളിൽ എന്താണ് ഇത് സംബന്ധിച്ച് EDക്ക് പറയാനുള്ളത്, എന്താണ് അന്വേഷണത്തിൽ കണ്ടെത്തിയതെന്ന് തോമസ് ഐസക്കും ഈ നടപടികളെക്കുറിച്ച് പ്രതികരിച്ചു. ഇന്നലെ ED പുറത്തുവിട്ട രേഖ രഹസ്യരേഖയൊന്നുമല്ല, എത്രയോ നാളായി പബ്ലിക് ഡൊമൈനിലുള്ളതാണ്, നിയമസഭയിൽ ഹാജരാക്കിയിട്ടുള്ളതാണ്. മസാല ബോണ്ട് ഇറക്കിയിട്ടില്ലെന്നല്ല, ഇറക്കിയത് നിയമപരമായിട്ടാണ്. റിസർവ് ബാങ്ക് തന്നെ കോടതിയിൽ അഫിഡവിറ്റ് നൽകിയിട്ടുണ്ടല്ലോ വിശദമായിട്ട്. നിയമലംഘനം ഇന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും നമ്മൾ സഹകരിക്കും. പക്ഷെ നിയമലംഘനം നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ സഹകരിക്കില്ല. ഹൈക്കോടതിയിൽ ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ വീണ്ടും അത് പരിഗണിക്കുന്നതിന് വേണ്ടി ഫെബ്രുവരി 1 മാറ്റിയിട്ടുണ്ട്. എന്തായാലും കിഫ്ബിയും EDയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത് തുടരുന്ന ഒരു സ്ഥിതി തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ തോമസ് ഐസക് വ്യക്തമാക്കുകയും ചെയ്തു, കഴിഞ്ഞ ദിവസങ്ങളിൽ ED പുറത്തുവിട്ട രേഖകൾ അതൊരു രഹസ്യ രേഖകളല്ല, കോടതിയിലടക്കം സമർപ്പിച്ച കാര്യങ്ങളാണ്, അതൊരിക്കലും ഒരു രഹസ്യരേഖയായി കണക്കാക്കേണ്ടതില്ല എന്നടക്കം തോമസ് ഐസക് പ്രതികരിക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുക എന്നൊരു നിലപാടിലേക്ക് തന്നെയാണ് ED എത്തി നിൽക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് അവർ കടന്നു പോവുകയും ചെയ്യുന്നു. എന്തായാലും കിഫ്ബി സംബന്ധിയായ
കേസുകൾ, അത്തരം കാര്യങ്ങളിൽ കൂടി ഒരു തീർപ്പ് വരേണ്ടതുണ്ട്. അതിന്റെ വാദപ്രതിവാദങ്ങൾ കോടതിയിൽ തുടരുകയുമാണ്. കേസ് ഫെബ്രുവരി 1-നാണ് ഇനി പരിഗണിക്കുക. 2 സുരക്ഷാ ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുടെ ഗുണ്ടകളെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. കേസ് നിയമപരമായി നേരിടും. ശശി മാനുവലും ശശി സർക്കുലറും അംഗീകരിക്കുന്നില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 2 സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ മുഖ്യമന്ത്രിയുടെ മുഖ്യ ഗുണ്ടകളായി പ്രവർത്തിക്കുന്ന അനിൽകുമാറിനെയും സന്ദീപിനെയും ചോദ്യം ചെയ്യാനായി തിങ്കളാഴ്ച വിളിച്ച വാർത്തയെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഞങ്ങൾ പേരെടുത്ത് കുറ്റവിചാരണ നടത്തുമെന്ന് പറയുന്നത് ഈ മറ്റു ചില സംഘടനകൾ ചെയ്യുന്ന പോലെ അവരെ തെരുവിലങ്ങ് കൈകാര്യം ചെയ്യാം, അവരെ തെരുവിൽ കൈകാര്യം ചെയ്യാൻ എന്തെങ്കിലും പ്രയാസമുള്ള ആളുകളാണ്, ഒന്നുമല്ലല്ലോ. അതല്ല, ജനാധിപത്യപരമായി ഞങ്ങൾക്ക് എന്തെല്ലാം സാധിക്കും. അതുകൊണ്ടാണ് അവരുടെയൊക്കെ വീടുകളിലേക്ക്, അതായത് പോലീസ് നിയമവാഴ്ചയാണ് നിലനിർത്തുവാൻ ശ്രമിക്കുന്നതെങ്കിൽ, പോലീസ് സർക്കുലറിൽ പറയുന്ന കാര്യങ്ങളാണ് നടപ്പാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് പരിഭവങ്ങളില്ല, പരാതികളില്ല, അവരവരുടെ ജോലി ചെയ്യട്ടെ. പക്ഷെ അതിനപ്പുറം പാർട്ടി താല്പര്യവും പിണറായിയുടെയും ശശിയുടെയും താല്പര്യമാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വീടുകളിലേക്ക് മാർച്ചടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ. ആ രീതിയിലൊക്കെ കൈകാര്യം ചെയ്യും, നിയമപരമായി തന്നെ കൈകാര്യം ചെയ്യും. നിയമം തൽക്കാലം കയ്യിലെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വോട്ടേഴ്സ് ഡേയിൽ കന്നി വോട്ടർമാരെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിജെപി സർക്കാർ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ സർക്കാരെന്ന് മോദി പറഞ്ഞു. കൃത്യമായ ഭൂരിപക്ഷമുള്ള സർക്കാർ ഭരിക്കുമ്പോൾ മാത്രമേ നയങ്ങൾക്കും തീരുമാനങ്ങൾക്കും വ്യക്തതയുണ്ടാവുകയുള്ളൂ. ജനാധിപത്യത്തിന്റെ പ്രധാന ഭാഗമാണ് വോട്ടർമാർ. ഓരോ വോട്ടും ഇന്ത്യയുടെ ഭാവി ശോഭനമാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. तो मैं सबसे पहले सभी नवमतदाताओं को भारत का भाग्य निर्माण करने के लिए नमन करता हूं, निमंत्रित करता हूं. मैं देख पा रहा हूं कि बड़ी संख्या में बेटियां आज इस कार्यक्रम से जुड़ी हुई हैं. आज राष्ट्रीय मतदाता दिवस है. इस महत्वपूर्ण दिन देश के सबसे युवा मतदाताओं के बीच आना अपने आप में ऊर्जा से भर देने वाला है. मैं आप सभी को राष्ट्रीय मतदाता दिवस की बहुत बहुत बधाई देता हूं. ഭാരത് ജോഡോ ന്യായ് യാത്ര പശ്ചിമബംഗാളിൽ ബോക്സർഘട്ട് അതിർത്തി വഴിയാണ് യാത്ര ബംഗാളിലേക്ക് കടന്നത്. ഖഗ്രബാരി ചൌക്കിൽ നടക്കുന്ന പൊതുസമ്മേളനത്തെ രാഹുൽ അഭിസംബോധന ചെയ്യും. ഇന്ത്യ മുന്നണിയിൽ വിള്ളൽ രൂപപ്പെട്ടിരിക്കെയാണ് യാത്ര പശ്ചിമബംഗാളിൽ പ്രവേശിക്കുന്നത്. ബംഗാളിലെ എല്ലാ സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് തൃണമൂൽ നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. കർണാടക മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷട്ടർ ബിജെപിയിൽ തിരിച്ചെത്തി. ബിജെപി ദേശീയ ആസ്ഥാനത്ത് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ്, മുൻ മുഖ്യമന്ത്രി ബി.എസ്. യെദ്യൂരപ്പ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഷട്ടർ ബിജെപി അംഗത്വം സ്വീകരിച്ചത്. കഴിഞ്ഞ മെയ് മാസത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് ഷട്ടർ പാർട്ടി വിട്ടത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും ഷട്ടറിന് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ലിംഗായത്ത് സമുദായത്തിൽ നിന്നുള്ള ഷട്ടറിനെ ബിജെപി സ്വന്തം പാളയത്തിൽ തിരിച്ചെത്തിച്ചത്. പ്രവർത്തകരും യെദ്യൂരപ്പ അടക്കമുള്ള കേന്ദ്ര നേതാക്കളും തന്റെ മടങ്ങിവരവ് ಆಗ್ರಹಿಸಿರುವುದಾಗಿ ഷട്ടർ പ്രതികരിച്ചു. നിലവിൽ കോൺഗ്രസ് എംഎൽസിയാണ് ജഗദീഷ് ഷട്ടർ. ಇದು ರಾಜೀನಾಮೆ ಕೊಟ್ಟು ಕಾಂಗ್ರೆಸ್ ಪಾರ್ಟಿ ಜಾಯಿನ್ ಆದಂಥ ಸಂದರ್ಭದಲ್ಲಿ ಅಲ್ಲಿಂದ ಇಲ್ಲಿವರೆಗೆ ಕಳೆದ 8-9 ತಿಂಗಳಿಂದ ಕರ್ನಾಟಕದ ರಾಜ್ಯದ ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿ ಕಾರ್ಯಕರ್ತರಿರ್ಬೋದು, ರಾಜ್ಯದಲ್ಲಿರುವಂಥ ಶಾಸಕರು, ಮಾಜಿ ಶಾಸಕರು ಮತ್ತು ಇನ್ನಿತರ ಮುಖಂಡರು രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് വിശിഷ്ട സേവനത്തിന് 2 പേർക്കും സ്തുത്യർഹ സേവനത്തിന് 11 പേർക്കുമാണ് മെഡൽ. എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ്, എഡിജിപി ഗോപേഷ് അഗ്രവാൾ എന്നിവർക്കാണ് വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ. ഐജി എ അക്ബർ, എസ്പിമാരായ RD അജിത്, വി സുനിൽകുമാർ, ACP ഷീൻ തറയിൽ, ഡിവൈഎസ്പി സുനിൽകുമാർ CK, ASP വി സുഗതൻ, ഡിവൈഎസ്പി സലീഷ് NS, രാധാകൃഷ്ണപിള്ള AK, ASI ബി സുരേന്ദ്രൻ, ഇൻസ്പെക്ടർ ജ്യോതീന്ദ്രകുമാർ P, ASI മിനി K എന്നിവരാണ് മെഡലിനർഹമായ 11 ഉദ്യോഗസ്ഥർ.
അഗ്നിശമന സേനാ വിഭാഗത്തിൽ നിന്ന് വിശിഷ്ട സേവനത്തിന് എഫ് വിജയകുമാറിന് മെഡൽ ലഭിക്കും. അഗ്നിശമന സേനാ വിഭാഗത്തിൽ സ്തുത്യർഹ സേവനത്തിന് കേരളത്തിൽ നിന്ന് 4 മെഡലും ലഭിച്ചു. ജിജി എൻ, പി പ്രമോദ്, അനിൽകുമാർ എസ്, അനിൽ പി മണി എന്നിവർക്കാണ് മെഡൽ. കേരള പോലീസിന്റെ ഫോറൻസിക് വിഭാഗത്തിലെ സയന്റിഫിക് ഓഫീസർ നിയമനത്തിന് മതിയായ യോഗ്യതയുള്ളവരെ പരിഗണിക്കുന്നില്ല എന്ന് ആക്ഷേപം. ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും എംഫിലും നേടിയവർ സയന്റിഫിക് ഓഫീസർ തസ്തികയിൽ ഇടം പിടിക്കുമ്പോൾ ഫോറൻസിക് സയൻസ് പഠിച്ച ഉദ്യോഗാർത്ഥികളാണ് പുറത്താകുന്നത്. ഐശ്വര്യ അനിലിന്റെ റിപ്പോർട്ട്. ഫോറൻസിക് വിഭാഗം കുറ്റാന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന വിഭാഗമാണ്. പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുന്ന, ചാർജ് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ കോടതി അംഗീകരിക്കണമെങ്കിൽ ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ നിർണായകമാണ്. പോലീസിന്റെ കണ്ടെത്തലുകൾക്ക് ശാസ്ത്രീയ പിന്തുണ നൽകേണ്ട ചുമതലയാണ് ഫോറൻസിക് ഓഫീസർമാരുടേതെന്ന് പറയാം. അതായത് ഒരു കേസിന്റെ ഭാവി നിശ്ചയിക്കുന്നതിൽ നിർണായക ദൗത്യം നടത്തേണ്ടവരാണ് ഫോറൻസിക് വിഭാഗത്തിലെ സയന്റിഫിക് ഓഫീസർമാർ. കൃത്യം നടത്തിയെടുത്ത് ശാസ്ത്രീയ പരിശോധന നടത്തുക, കൃത്യം നടത്തിയ ആയുധങ്ങളിൽ നിന്ന് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക, സൈബർ കുറ്റങ്ങളാണെങ്കിൽ ഹാർഡ് ഡിസ്കുകളുടെയും മറ്റ് സൈബർ സങ്കേതങ്ങളുടെയും പരിശോധന, അങ്ങനെ സങ്കീർണമായ ചുമതലകൾ നിർവഹിക്കേണ്ടവരാണ് സയന്റിഫിക് ഓഫീസർമാർ. വ്യത്യസ്ത മേഖലകളിൽ ആഴത്തിലുള്ള അവഗാഹം ഈ തൊഴിലിന് നിർബന്ധം. എന്നാൽ ഫോറൻസിക് സയന്റിഫിക് ഓഫീസർമാരുടെ തസ്തികയിൽ ജോലി ചെയ്യാൻ PSC നിഷ്കർഷിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത നമുക്കൊന്ന് പരിശോധിക്കാം. 50% കുറയാതെ മാർക്കോടെ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ബിരുദാനന്തര ബിരുദം. ഇതേ വിഷയങ്ങളിൽ എംഫിൽ ഉള്ളവർക്ക് മുൻഗണന. ഇത്രയും മതി സംസ്ഥാന പോലീസിലെ സയന്റിഫിക് ഫോറൻസിക് ഓഫീസറാകാൻ. വ്യത്യസ്തവും സങ്കീർണവുമായ കുറ്റകൃത്യങ്ങൾ പെരുകുന്ന ഈ കാലത്ത് ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അവഗാഹം PSC ആവശ്യപ്പെടുന്നില്ല. എന്നാൽ ഇത്തരം യോഗ്യതയുള്ളവരോ ഇത്തരം കോഴ്സുകളോ ഇല്ലാഞ്ഞിട്ടല്ല. വർഷം തോറും ഫോറൻസിക് സയൻസ് കോഴ്സ് പഠിച്ച് നിരവധി പേർ പുറത്തിറങ്ങുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് PSC ഇത് പരിഗണിക്കുന്നില്ല? ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടത് സർക്കാരാണെന്ന് PSC പറയുന്നു. അതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്ന് സർക്കാരും പറയുന്നു. ഓരോ ദിവസവും കുറ്റവാളികൾ ശാസ്ത്രത്തിന്റെ പുതിയ സാധ്യതകൾ തേടുമ്പോൾ അവരെ പിടിച്ചുകെട്ടാൻ, ഇരകൾക്ക് നീതി ഉറപ്പാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥരും വൈദഗ്ധ്യമുള്ളവരാകണം. അതുറപ്പാക്കേണ്ടത് PSCയും സർക്കാരുമാണ്. കേരള പോലീസ് ഫോറൻസിക് സയൻസ് ലാബിലെ സയന്റിഫിക് ഓഫീസർ തസ്തികയിൽ യോഗ്യതയായി MSc ഫോറൻസിക് സയൻസ് ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ഫോറൻസിക് സയൻസ് വിദ്യാർത്ഥികളും ബിരുദധാരികളും DGP ഓഫീസ് മാർച്ച് നടത്തി. സമരക്കാരുമായി പോലീസ് മേധാവി കൂടിക്കാഴ്ച നടത്തി. 2023 മരിച്ച ജോസഫ് സർക്കാരിൽ നിന്ന് 24,400 രൂപ പെൻഷനായി കൈപ്പറ്റിയതായി ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ. മകളുടെ പെൻഷനും ജോസഫാണ് കൈപ്പറ്റിയത്. ഭിന്നശേഷിക്കാരിയല്ലാത്ത 2 മക്കൾ കൂടി ജോസഫിനുണ്ട്. ജോസഫ് സജീവ കോൺഗ്രസ് പ്രവർത്തകനെന്നും സുനിൽ പറഞ്ഞു. 2023 എന്ന് പറയുന്ന വർഷം ജോസഫ് വളയത്ത് എന്ന് പറയുന്ന ആള് സർക്കാരിൽ നിന്ന് എത്ര പൈസ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ട്? ചക്കടപാറ സർവീസ് സഹകരണ ബാങ്കിന്റെ മുതുകാട് ശാഖയിൽ നിന്നാണ് അദ്ദേഹം പെൻഷൻ കൈപ്പറ്റുന്നത്. അദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ട് കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ പെൻഷൻ മാത്രം അദ്ദേഹം കൈപ്പറ്റുന്നത്. അദ്ദേഹത്തിന്റെ ഭിന്നശേഷിക്കാരിയായ മകൾ ജിൻസി, അവര് 13 മാസമായി അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല. കോഴിക്കോടുള്ള ഒരു കന്യാസ്ത്രീ സമൂഹത്തിന്റെ അഭയകേന്ദ്രത്തിലാണ് അവർ താമസിക്കുന്നത്. അവര് പെൻഷൻ കൈപ്പറ്റിയിട്ടില്ല, ആ സ്ഥാപന പെൻഷൻ കൈപ്പറ്റിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ 2023 ഒരാൾക്ക് മുഴുവൻ മാസത്തെയും പെൻഷൻ കിട്ടിയാൽ ഒരാൾ കിട്ടുന്ന പെൻഷൻ 19,200 രൂപയാണ്. പക്ഷെ ജോസഫ് വളയത്ത് കൈപ്പറ്റിയത് 24,400 രൂപയാണ്. 19,200 രൂപ കിട്ടിയാൽ 12 മാസത്തെ പെൻഷൻ തികയുന്ന ഒരാൾ 24,400 രൂപ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിട്ട് അദ്ദേഹം പെൻഷൻ ലഭിക്കാത്തത് കൊണ്ടാണ് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ എവിടെയാണ് അംഗീകരിക്കാൻ പറ്റുക?
അദ്ദേഹം ചക്കട്ടപ്പാറ സർവീസ് സഹകരണ ബാങ്കിന്റെ മുതുകാട് ശാഖയിൽ നിന്ന് സജി അലേമ്പ്ര എന്ന് പറയുന്ന ഒരു ബാങ്ക് ജീവനക്കാരൻ, താൽക്കാലിക ജീവനക്കാരൻ, അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത രണ്ടാളുടെയും പെൻഷനാണ്. ആ പെൻഷൻ തുക 13 മാസമായിട്ടും അദ്ദേഹത്തിന്റെ മകൾക്ക് ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ മകൾ അവരുടെ അഭയകേന്ദ്രത്തിൽ നിന്ന് ആ പെൻഷൻ സ്വീകരിച്ചിട്ടില്ല. അപ്പൊ പെൻഷന്റെ കാര്യത്തിൽ പെൻഷൻ ലഭിക്കാത്തതുകൊണ്ടാണ് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത സംഗതിയാണ്. കാത്തിരിപ്പിനൊടുവിൽ മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിൽ. വലിയ ആഘോഷത്തോടെയാണ് ചിത്രത്തെ ആരാധകർ സ്വീകരിച്ചത്. ലിജോ ജോസ് പെല്ലിശ്ശേരി പടം എന്നായിരുന്നു സിനിമ കണ്ടിറങ്ങിയ ആരാധകരുടെ പ്രതികരണം. മലൈക്കോട്ടെ വാലിബനായി മോഹൻലാൽ തിയേറ്ററുകളിൽ എത്തിയപ്പോൾ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഒരു സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത്. ഏറെ പ്രതീക്ഷിച്ചു പോയവർക്ക് ചെറിയ നിരാശയുണ്ട്. പക്ഷേ ഒരു സിനിമ കാണാനെത്തിയ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ, ഒരു മോഹൻലാൽ ഫാൻ എന്ന നിലയിൽ, ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഫാൻ എന്ന നിലയിൽ അവർക്കെല്ലാം സിനിമ നൽകിയത് വളരെ വലിയൊരു സമ്മാനമാണ്. അതുതന്നെയാണ് പ്രേക്ഷകർ ഫസ്റ്റ് ദിവസത്തെ, അതായത് ഫാൻ ഷോ എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു ഷോ കഴിഞ്ഞിറങ്ങിയപ്പോൾ പറയുന്നത്. ടോട്ടൽ ഡ്രാമയാണ് സിനിമ. ഒരു കൺവെൻഷണൽ രീതിയിൽ പോകുന്ന പടമല്ല ഒട്ടും തന്നെ. നിങ്ങളൊരു ഡ്രാമ കാണാൻ പോകുന്ന, ഒരു തിയേറ്റർ കാണാൻ പോകുന്ന രീതിയിൽ പോയി കാണണം. ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു മടുപ്പ് വരുന്ന രീതിയിൽ തോന്നുമായിരിക്കാം, പക്ഷെ കംപ്ലീറ്റ്ലി നിങ്ങൾ ആ സിനിമയിലേക്ക് നിങ്ങൾ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആണോ. നിങ്ങൾ എന്താണോ വരുന്നത് അത് കംപ്ലീറ്റ്ലി ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സോട് കൂടിയാണ് നിങ്ങൾ എല്ലാവരെയും സിനിമ കാണാൻ. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രതീക്ഷിച്ചതല്ല കിട്ടിയത്, ബട്ട് ഹാപ്പിയാണ്. പക്ക ഒരു ക്ലാസ് പടം. നമ്മൾ പക്ഷേ മാസം ഔട്ട് ആൻഡ് ഔട്ട് മാസ് പടമല്ല, പക്ക ക്ലാസ് പടം. പക്ഷെ ഫ്രെയിം, ഫൈറ്റ്, നമുക്ക് എന്താ വേണ്ടത് അതെല്ലാം സിനിമയിലുണ്ട്. മോഹൻലാലിന്റെ പെർഫോമൻസ് ഒക്കെ ഗംഭീരമായിരുന്നു. പക്ഷെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല പടം. പക്ഷേ അത് സിനിമ ആസ്വദിക്കുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. നമ്മളറിയാം ലിജോയിന്റെ പടം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വെറൈറ്റി പടമാണ്. നമ്മൾ എല്ലാവരുടെയും എവരിവൺ സപ്പോർട്ടീവ് അല്ല. അപ്പം അതിൻ്റെതായ ഒരു ഇതുണ്ട്. മാസം എന്ന് പറയുന്ന അതിലില്ല, ഒരു ക്ലാസിക്കൽ പടം. അതായത് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മേക്കിംഗ് കണ്ടെങ്കിൽ ഈ പടത്തിന് എന്തായാലും ടിക്കറ്റ് എടുത്തോ കാണാം. ആദ്യത്തെ ദിവസം തന്നെ 6:30 തന്നെ ഷോ തുടങ്ങി. 9:15 കൂടി ഷോ അവസാനിക്കുകയും ചെയ്തു. ഇന്റർവെല്ലിന് ഇറങ്ങിയപ്പോൾ തന്നെ പ്രേക്ഷകർ വലിയ പ്രതീക്ഷയോടെയായിരുന്നു ഈ സിനിമയെ വരവേറ്റത്. മലൈക്കോട്ടെ വാലിബന്റെ ഫാൻ ഷോ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ സിനിമ കഴിഞ്ഞ് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും നമുക്ക് അവരുടെ പ്രതികരണം നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? സിനിമ കുഴപ്പമൊന്നുമില്ല. സിനിമ ഇതൊരു LJP ഫാക്ടറാണ്. LJP ഇഷ്ടപ്പെടുന്ന ആൾക്ക് സിനിമ ഇഷ്ടപ്പെടും. അല്ലാതെ ഒരു മോഹൻലാൽ ഫാൻ എന്ന രീതിയിൽ കാണാൻ മാത്രമൊന്നുമില്ല. മലയാളത്തിൽ വാലിബൻ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അടിപൊളി പടമാണ്. നല്ല സിനിമാറ്റോഗ്രാഫി, ഒരു ഇടിപ്പടം, മാസപ്പടമല്ല, നല്ലൊരു സിനിമ ആഗ്രഹിച്ച് നല്ലൊരു പടം കാണാൻ വരികയാണെങ്കിൽ പടം നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തും. ആളുകൾ വലിയ ആവേശത്തിൽ തന്നെയാണ്. ഫാൻ ഷോ കഴിഞ്ഞിറങ്ങിയ ആളുകളുടെ ഒരു പ്രതികരണമാണ് നമ്മൾ കേട്ടത്. മലൈക്കോട്ടെ വാലിബൻ ആദ്യ ഷോ കഴിഞ്ഞ ആളുകൾ പുറത്തിറങ്ങിയിരിക്കുന്നു. മാസ് പടമാണോ അതോ ഡ്രാമ? സാധാരണ ഒരു മൂവി, അത്ര കുഴപ്പമില്ല. സൂപ്പർ അടിപൊളി. പ്രതീക്ഷിച്ച പോലെയൊക്കെ അത്യാവശ്യം ഒപ്പിക്കാം. LJP മോഹൻലാൽ കൂട്ടുകെട്ടിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു സിനിമയാണോ? കുഴപ്പമില്ലാത്ത നല്ലൊരു പടമാണ്. മാസ് മൂവിയാണോ? കുഴപ്പമില്ല. എങ്ങനെയുണ്ട് നിങ്ങളെ പ്രതീക്ഷിച്ച പോലെയൊക്കെയാണോ? കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഒരുപാട് അടിപൊളിയാ. മോഹൻലാൽ മൂവിയാണോ LJP മൂവിയാണോ? LJP മൂവിയാ. കുഴപ്പമില്ല. എങ്ങനെയുണ്ട് നിങ്ങളെ അടിപൊളി സൂപ്പർ മൂവി. ക്ലാസ് മാസും നല്ലൊരു പടം. ലിജോ ജോസിന്റെ പടം നല്ലൊരു പടം. മോഹൻലാൽ നല്ല തകർത്തിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ക്ലാസിക് ടൈപ്പ് മൂവിയാ. ഒരു ക്ലാസ് മാസ് എന്ന് വെച്ചാൽ ചെറുതായിട്ടൊക്കെ ഉള്ളു. നമ്മൾ പ്രതീക്ഷിച്ചത്ര ഇല്ല.
എന്തായാലും ആളുകൾ ക്ലാസ് മൂവി എന്ന ഒരു അഭിപ്രായം തന്നെയാണ് സിനിമയെക്കുറിച്ച് പറയുന്നത്. ഈ സിനിമയുടെ 2ാം ഭാഗം വരുന്നു എന്നതും അവസാനം എഴുതി കാണിക്കുന്നു. എന്തായാലും അതും പ്രേക്ഷകർക്ക് ആവേശം പകരുന്നു. മോഹൻലാൽ കൃത്യമായ ഒരു നിറഞ്ഞാടുന്ന ഒരു ചിത്രം തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആദ്യ ഷോ കഴിഞ്ഞ പ്രേക്ഷകരുടെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദയാഹർജി അപേക്ഷ നൽകിയ കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകൻ ജോഷിക്ക് പണം തിരികെ നൽകും. തുക നൽകാൻ സഹകരണ മന്ത്രി വി.എൻ. വാസവനാണ് നിർദ്ദേശം നൽകിയത്. ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ ഇന്ന് ജോഷിയെ കാണും. ജോഷിയുടെ പേരിലുള്ള 23 ലക്ഷം രൂപ നൽകാനാണ് ധാരണയായത്. വയനാട്ടിൽ ദിവസങ്ങളായി ജനവാസ കേന്ദ്രത്തിൽ ഭീതി പരത്തിയ കരടിയെ കാട്ടിലേക്ക് തുരത്തി. പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ നേക്കുപ്പ വനത്തിലേക്കാണ് വനംവകുപ്പ് കരടിയെ ഓടിച്ചു കയറ്റിയത്. ഇതോടെ ദിവസങ്ങൾ നീണ്ട ആശങ്കയ്ക്കാണ് അറുതിയായത്. ഞായറാഴ്ച പുലർച്ചെയാണ് മാനന്തവാടി പയ്യമ്പള്ളിയിൽ നാട്ടുകാർ ആദ്യം കരടിയെ കണ്ടത്. പിന്നാലെ വള്ളിയൂർക്കാവിലും തോണിച്ചാലിലും ദ്വാരകയിലും തിരുവണയിലും കണ്ട കരടി ഇന്നലെ പുലർച്ചെ പനമരം ടൗണിലും എത്തിയിരുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസം തിരുവണ വയലിൽ വെച്ച് പകൽ വെളിച്ചത്തിൽ കരടിയെ കണ്ടിരുന്നുവെങ്കിലും പിടികൂടാനായില്ല. മയക്കുവെടി വിദഗ്ധരും RRT അംഗങ്ങളും അടക്കമുള്ള വനപാലക സംഘം ദിവസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് കരടിയെ കാട് കയറ്റിയത്. നെയ്ക്കുപ്പ മേഖലയിൽ കരടിയെ കണ്ടുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി 10 മണിയോടെ സ്ഥലത്തെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ചെഞ്ചടി ഭാഗത്തെ സ്വകാര്യ തോട്ടത്തിൽ നിന്നാണ് കരടിയെ ഓടിച്ച് കാട്ടിൽ കയറ്റിയത്. ന്യൂസ് 18 വയനാട്. പത്തനംതിട്ട കുമ്പഴയിൽ വന്യജീവി ആക്രമണത്തിൽ വയോധികന് ഗുരുതര പരിക്ക്. കുമ്പഴ പനംതോപ്പ് സ്വദേശി ഗോപാലിനാണ് പരിക്കേറ്റത്. കരടിയുടെ ആക്രമണത്തിലാണ് പരിക്കേറ്റതെന്ന് നാട്ടുകാർ പറഞ്ഞു. പ്രാഥമിക പരിശോധനയിൽ കരടിയുടെ സാന്നിധ്യമില്ലെന്ന് വനംവകുപ്പ് വ്യക്തമാക്കി. രാവിലെ 7:30ഓടെയാണ് സംഭവം. വീട്ടിൽ നിന്നും പെട്ടിക്കട തുറക്കാനായി പോയ സമയത്താണ് വന്യമൃഗം ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഗോപാലനെ പ്രാഥമിക ചികിത്സകൾക്ക് ശേഷം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കരടിയാണ് ആക്രമിച്ചതെന്നാണ് നാട്ടുകാരുടെ സംശയം. സംഭവ സമയത്ത് കരടിയുടെ രൂപസാദൃശ്യമുള്ള ജീവിയെ കണ്ടതായും നാട്ടുകാർ പറഞ്ഞു. അച്ഛന് ഇടിച്ചിട്ടെന്ന് അച്ഛന് വ്യക്തമല്ല. പക്ഷേ തൊട്ടടുത്ത് ഇത് കണ്ട ആൾക്കാർ പറയുന്നു, നമ്മുടെ അയലോക്കാരുള്ള ആൾക്കാർ പറയുന്നത് കരടി തന്നെയാണെന്ന് അവർ കൺഫേം ചെയ്തു. പിന്നെ ജനവാസ മേഖലയാണ്, പിന്നെ പന്നിശല്യവും മറ്റു കാര്യങ്ങളും നേരത്തെ മുതലേ ഉണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആക്രമിച്ചത് കരടിയാകാൻ സാധ്യതയില്ലെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. ധാരാളമായി കാട്ടുപന്നികളെ കണ്ടുവരുന്ന പ്രദേശമാണ് പനംതോപ്പ്. കരടിയെ കണ്ടെന്ന് ആശങ്ക നിലനിൽക്കുന്നതിനാൽ പരിശോധന തുടരാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് 18 പത്തനംതിട്ട. പശ്ചിമഘട്ട മലനിരകളിൽ മാത്രം കണ്ടുവരുന്ന ഹനുമാൻ കുരങ്ങിനെ പാനൂരിൽ കണ്ടെത്തി. കൈക്ക് പരിക്കേറ്റ അവശനായിരുന്ന കുരങ്ങിനെ റെസ്ക്യൂ ടീം പിടികൂടി. ഇന്ത്യയിൽ പ്രധാനമായും ഗോവ, കർണാടക, കേരളം എന്നിവിടങ്ങളിലെ പശ്ചിമഘട്ട വനങ്ങളിലാണ് ഹനുമാൻ കുരങ്ങിനെ കണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസമാണ് പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപം ഹനുമാൻ കുരങ്ങിനെ അവശനിലയിൽ കണ്ടെത്തിയത്. പരിസരത്തുള്ളവർ വിവരമറിയിച്ചതനുസരിച്ച് കണ്ണവം റെസ്ക്യൂ വാച്ചർ BC ബിജിലേഷ് എത്തി കുരങ്ങിനെ പിടികൂടി. കൈക്ക് മുറിവ് പറ്റിയ കുരങ്ങിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. പരിക്ക് സാരമായതിനാൽ കണ്ണൂർ ജില്ലാ വെറ്റിനറി ആശുപത്രിയിലേക്ക് കൂടുതൽ ചികിത്സയ്ക്കായി അയച്ചു. സ്വതവേ കൂട്ടമായി ജീവിക്കുവാനും സഞ്ചരിക്കുവാനും ഇഷ്ടപ്പെടുന്ന ഇവയ്ക്ക് സാധാരണ ഇലകളും ഫലങ്ങളും ചിലതരം പൂക്കളുമാണ് പ്രിയ ഭക്ഷണം. കുരങ്ങെങ്ങനെ ജനവാസ കേന്ദ്രത്തിലെത്തി എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. കൈയുടെ പരിക്ക് ഭേദമായാൽ കുരങ്ങിനെ ആവാസ വ്യവസ്ഥയിലേക്ക് മടക്കി അയക്കും. ന്യൂസ് 18 പാനൂർ. ഗുരുവായൂർ നഗരസഭയിൽ K-സ്മാർട്ട് നടപ്പിലായതോടെ വിവാഹ രജിസ്ട്രേഷൻ വേഗത്തിലായി. ഡേറ്റാ സംവിധാനങ്ങളെല്ലാം ഓൺലൈനിൽ പൂർത്തിയാക്കിയാൽ വരനും വധുവും നഗരസഭയിൽ എത്താതെ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനാകും. K-സ്മാർട്ട് വന്നതോടെ 10 മിനിറ്റ് കൊണ്ട് വിവാഹ രജിസ്ട്രേഷൻ നടത്താവുന്ന നഗരസഭയായി ഗുരുവായൂർ മാറി. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ രജിസ്ട്രേഷൻ അരമണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിഞ്ഞത് K-സ്മാർട്ട് വന്നതുകൊണ്ടാണ്. ഡോക്യുമെന്റേഷനുകളെല്ലാം റെഡിയായി ഓൺലൈനായി അപേക്ഷ നൽകിയാൽ വെറും 10 മിനിറ്റിനകം നാടിന്റെ ഏത് കോണിൽ നിന്നും വിവാഹ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിനായി വരനും വധുവിനും ആപ്ലിക്കേഷനിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഈ വീഡിയോയിൽ വരനും വധുവും വിവരങ്ങൾ നൽകണം. അപ്പോൾ അവരുടെ ആധാർ കാർഡിൽ ലിങ്ക് ചെയ്ത ഫോൺ നമ്പറിലേക്ക് OTP വരും. ഇത് ലോഡ് ചെയ്ത് കൊടുത്താൽ വിവാഹ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിനായി നഗരസഭയിൽ കുടുംബവുമായി വരനും വധുവും വന്നു നിന്ന് സമയം ചിലവഴിക്കേണ്ടതില്ല. ഇപ്പോൾ K-സ്മാർട്ട് നടപ്പിലായതിനു ശേഷം ഇതുവരെയുള്ള കണക്ക് നോക്കിയാൽ ഏകദേശം 154 വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്ത് തത്സമയം സർട്ടിഫിക്കറ്റ് അവർക്ക് ലഭ്യമായിട്ടുണ്ട്. വളരെ അപൂർവം വിവാഹങ്ങളുടെ അപേക്ഷകളിലുള്ള ന്യൂനതകൾ കാരണം അത് ചിലത് മാറ്റിവെച്ചിട്ടൊഴികിയാൽ
നേരിട്ട് ഇവിടെ രജിസ്റ്ററുടെ ലോഗിനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് രജിസ്ട്രേഷൻ നടക്കുന്നത്. വിവാഹ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനായി കല്യാണ മണ്ഡപത്തിന് സമീപം തന്നെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കേസ് സ്മാർട്ട് വന്നതിന് ശേഷം 153 വിവാഹങ്ങൾ ഇത്തരത്തിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ന്യൂസ് 18 ഗുരുവായൂർ. ഒപ്പന കൊണ്ട് ഒരു ഇന്ത്യ. കാസർഗോഡ് അപ്സര സ്കൂളിൽ റിപ്പബ്ലിക് ദിനത്തിലാണ് ചരിത്രത്തിൽ ആദ്യമായി ഒപ്പനപ്പാട്ടിന്റെ താളത്തിൽ കൈകൊട്ടി ചുവടുവെച്ച് ഒരു രാജ്യത്തിന്റെ മിനിയേച്ചർ ഒരുക്കുന്നത്. കാസർഗോഡ് ദേളിയിലെ അപ്സര സ്കൂളിലാണ് റിപ്പബ്ലിക് ദിനത്തിൽ ഒപ്പന കൊണ്ട് ഒരു ഇന്ത്യ ഒരുക്കുന്നത്. ഒപ്പനപ്പാട്ടിന്റെ താളത്തിൽ കൈകൊട്ടി ചുവടുവെച്ച് ഒരു രാജ്യത്തിന്റെ മിനിയേച്ചർ സൃഷ്ടിക്കാനുള്ള കഠിന പരിശീലനത്തിലാണ് ഇവർ. രണ്ടാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള 250ഓളം കുട്ടികളാണ് ഒപ്പനയ്ക്ക് ചുവടുവെക്കുന്നത്. +1 വിദ്യാർത്ഥിനി ഷഹലയാണ് മണവാട്ടിയായി എത്തുന്നത്. ജംബോ ഒപ്പന, മെഗാ ഒപ്പന, ബൃഹത് ഒപ്പന, മാസ് ഒപ്പന എന്നിവയ്ക്ക് ആശയാവിഷ്കാരം നൽകിയ ജുനൈദ് മെട്ടമ്മലാണ് ഈ വേറിട്ട ആശയത്തിന് പിന്നിൽ. തന്റെ കരിയറിലെ ശ്രദ്ധേയമായ മറ്റൊരു ചുവടുവെപ്പിലൂടെ ലോക റെക്കോർഡിൽ ഒരേടുകൂടി കൂട്ടിച്ചേർക്കുകയാണ് ജുനൈദ് മെട്ടമ്മൽ. നമുക്ക് എണ്ണത്തിലല്ല, നമുക്കൊരു മിനിയേച്ചറിൽ ചെയ്യാമെന്ന് സൂചിപ്പിച്ചു. അങ്ങനെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു വേൾഡിലെവിടെയും ഒരു ആർട്ട് ഫോമിലൂടെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു കലാരൂപം കളിക്കുകയും ആ ചുവട് വെച്ച് ആ പാട്ടിനനുസൃതമായി കളിക്കുകയും ചെയ്തിട്ട് ഒരു രാജ്യത്തിൻ്റെ മിനിയേച്ചർ, ഒരു ഭൂപടം തയ്യാറാക്കുക എന്നുള്ളത്. പ്രാദേശിക കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, കുട്ടികളിലെ ദേശീയബോധമുണർത്തുക തുടങ്ങിയ കാഴ്ചപ്പാടിലാണ് സ്കൂൾ ഇത്തരമൊരു പരിപാടി ഒരുക്കുന്നത്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയ ബോധം, നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചുള്ള അഭിമാനം, അത് പ്രോത്സാഹിപ്പിക്കുക, ആ ഒരു കഴിവ്, ആ ഒരു മെന്റാലിറ്റി കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരിക എന്നത് അനിവാര്യമായ ഒരു കാര്യമാണ്. റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ഒപ്പന കൊണ്ട് ഇന്ത്യ ഒരുങ്ങുക. ഒപ്പനയുടെ ചടുലതയും ഒപ്പം ദൃശ്യഭംഗിയും സമന്വയിപ്പിക്കുമ്പോൾ കാഴ്ചക്കാർക്ക് മികച്ച അനുഭവമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 കാസർഗോഡ്. സ്പോർട്സ്. വിരമിക്കൽ വാർത്തകൾ നിഷേധിച്ച് ബോക്സിംഗ് ഇതിഹാസം മേരി കോം തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്ന് മേരി കോം പ്രതികരിച്ചു. കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനും ഫിറ്റ്നസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമാണ് ശ്രമം. വിരമിക്കൽ പ്രഖ്യാപിക്കുമ്പോൾ എല്ലാവരെയും അറിയിക്കുമെന്നും മേരി കോം പ്രതികരിച്ചു.